അപ്പൊ ഈ റീൽസ് പരിപാടി അല്ലാതെ സൈഡ് പ്രോഗ്രാം എന്തെങ്കിലും ഉണ്ടോ? സൈഡ് ബിസിനസ്? ഇവക്ക് ഈ പുക്കിൾസിന്റെ പരിപാടിയുണ്ടോ? അല്ല, പിക്കിൾസ് അച്ചാറിന്റെ പരിപാടി ഉണ്ട്. എന്തൊക്കെ അച്ചാറാണ് ഇടുന്നത്? നാരങ്ങയുണ്ട്, ഇഞ്ചിയുണ്ട്, വടുകപ്പുളിയുണ്ട്. വടുകപ്പുളിയെ ഇടുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വടുകപ്പുളിയൻ അച്ചാർ. സാർ അതൊന്നും മേടിച്ച് കഴിക്കില്ലട്ടോ. തലയിരിക്കണ പേൻ വരെ ഇറങ്ങി പോകും, അതുപോലെ പുളിയാ. ഓക്കെ ശരി. അപ്പൊ ചേച്ചിക്ക് പിക്കിൾസിന്റെ പരിപാടി ഉണ്ട്. ചേട്ടൻ എന്താണ് സൈഡ് ബിസിനസ്? എനിക്ക് ഈ ബക്കറ്റ് ചിക്കന്റെ ഒരു പരിപാടിയുണ്ട്. ബക്കറ്റ് ചിക്കൻ ഇപ്പോഴത്തെ ട്രെൻഡാണ്. എങ്ങനെയാണ് ബിസിനസ്? വിജയമാണോ? വിജയമാണ്. എല്ലാരും കഴിച്ചവരൊക്കെ സൂപ്പർ എന്ന് പറഞ്ഞു. ചിലര് പറഞ്ഞു കഴിച്ചതിന് ബക്കറ്റിന്റെ ഒരു ചെറിയ ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നു. ഏത് ബക്കറ്റിലാണ് ചേട്ടൻ ചിക്കൻ ഉണ്ടാക്കുന്നത്? ഞാൻ പ്ലാസ്റ്റിക് ബക്കറ്റിൽ. അപ്പൊ അത് വിട്ടേക്ക്. ചേട്ടന് ടെൻഷൻ ഉണ്ടോ പരിപാടി? ടെൻഷൻ ഉണ്ടോ? എനിക്ക് വിഷയമില്ല. എന്റെ ഒരു ഗുളിയുണ്ട്, അത് ഞാൻ എടുത്തിട്ട് ഇങ്ങനെ ഓടിച്ചിട്ട് ഇങ്ങനെ ഗുളി കഴിച്ച് കഴിഞ്ഞാൽ ടെൻഷൻ മാറും. ഈ ഗുളിയുടെ സൈഡ് പൊട്ടിച്ച് കളഞ്ഞത് എന്താണ്? സൈഡ് എഫക്ട് ഉണ്ടാകാതിരിക്കാൻ. നമ്മൾ ഏത് ഗുളിക കഴിച്ചാലും സൈഡ് ഒടിച്ചു കഴിഞ്ഞ ശേഷം കഴിക്കുക, സൈഡ് എഫക്ട് ഉണ്ടാകത്തില്ല. അത് കൊള്ളാം. അപ്പൊ നമുക്ക് മത്സരത്തിലേക്ക് കിടക്കാം. സൂക്ഷിച്ച് കളിക്കണം. 1 കോടി രൂപയ്ക്കുള്ള പരിപാടിയാണ്. അപ്പൊ 5000 രൂപക്കുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഞങ്ങൾ 1 കോടി കൊണ്ട് പോകില്ലടി. ഓക്കെ. അപ്പൊ 5000 രൂപക്കുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു മാവിൽ 4 മാങ്ങ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ 1 വീണു, ഞാൻ ഇങ്ങോട്ട് പോയപ്പോൾ 1 വീണു. മാവിൽ ബാക്കി എത്ര മാങ്ങ? ഓപ്ഷൻ എ 2 മാങ്ങ, ഓപ്ഷൻ ബി 3 മാങ്ങ, ഓപ്ഷൻ സി 4 മാങ്ങ. അതാ ചേട്ടൻ പറ. ഞാനോ? 4 മാങ്ങ. 4 മാങ്ങ. ലോക്ക് ചെയ്യട്ടെ? മാറ്റി പറയരുത്. ലോക്ക് ചെയ്തു. ലോക്ക് ചെയ്തിരിക്കുന്നു. ഓപ്ഷൻ സി 4 മാങ്ങ. ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് അറിയുന്നതിന് മുമ്പ് ചേട്ടൻ എങ്ങനെ കിട്ടിയേട്ടാ ഈ 4 മാങ്ങ എന്ന് പറഞ്ഞ ഉത്തരം? അല്ല, സാർ അങ്ങോട്ട് പോയപ്പോ ഒരു മാറ്റം 4 മാങ്ങ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. സാർ അങ്ങോട്ട് പോയപ്പോ 1 വീണു, ഇങ്ങോട്ട് പോയപ്പോഴും 1 വീണു. സാറല്ലേ വീണേ, മാങ്ങ വീണില്ലല്ലോ. ഉത്തരം ശരിയാണ്. 4 മാങ്ങ. അടിപൊളി. 5000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. ഈ 5000 രൂപ കൊണ്ട് എന്ത് ചെയ്യാനാണ് പരിപാടി? 3000 സ്ക്വയർ ഫീറ്റ് വീടങ്ങ് പണി. എന്റെ സാറെ കട ഓട്ടോറിക്ഷ വിളിച്ചാ ഇങ്ങോട്ട് വന്നത്. അപ്പൊ അത് വിട്ടേക്ക്. 50000 രൂപക്കുള്ള ചോദ്യമാണ്. 1 കോടി കൂടി ഞങ്ങള് പോകും. അപ്പൊ 50000 രൂപക്കുള്ള ചോദ്യം ചോദിക്കട്ടെ? കൃത്യമായിട്ട് കളിക്കണം. മറുപടി കൃത്യമായിരിക്കണം. അമ്മമാരെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന രാജ്യം ഏതാണ്? എ ആഫ്രിക്ക, ബി റഷ്യ, സി അമേരിക്ക. ഇത് ഞാൻ പറയാം. നീ പറയണ്ട. ഇത് ഞാൻ പറയാം. നീ പറയണ്ട. ചേച്ചിക്ക് ഒരു ഓപ്ഷൻ കൊടുക്കുക. ചേച്ചി പറയണ്ട. ഇവള് അമ്മയെ സ്നേഹിച്ചിട്ടില്ല സാർ. എന്റെ അമ്മയെ സ്നേഹിച്ചില്ല, പിന്നെ അങ്ങനെ ഇവള് ഉത്തരം പറയും. എന്താണ് അങ്ങനെ പറയാൻ കാരണം? പറയാൻ കാരണമുണ്ട്. ഇവളും എന്റെ അമ്മയും കൂടെ ഗുരുവായൂർക്ക് തൊഴാൻ പോയി ട്രെയിനിൽ. എന്റെ അമ്മ ട്രെയിനിൽ നിന്ന് വീഴാൻ നേരത്തെ ഇവള് പിടിച്ചില്ല സാർ. അയ്യോ, അത് ചേച്ചി അതങ്ങനെ പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ട്രെയിനിന്റെ ചെയിൻ വലിച്ചാൽ മതി. ട്രെയിൻ അവിടെ നിൽക്കും. ഇവള് ചെയിൻ വലിച്ചു. എന്റെ അമ്മയുടെ കഴുത്തെ കിടന്ന 2 പവന്റെ ചെയിൻ. അമ്മ മൂക്കും കുത്തി താഴെ വീണ്. അപ്പൊ ചേച്ചി ഇതിന്റെ ഉത്തരം പറയണ്ട, ചേട്ടൻ പറഞ്ഞാൽ മതി. ശ്രദ്ധിച്ച്. അതിന് മുമ്പ് വേറൊരു കാര്യം ചോദിക്കട്ടെ. പഠിക്കുന്ന പഠിപ്പിച്ച അധ്യാപകരെ കുറിച്ചൊക്കെ എന്താണ് അഭിപ്രായം? ഓ എന്റെ ദൈവം, അവരുടെ കാര്യം പറയരുത്. നിങ്ങളെ മലയാളം പഠിപ്പിച്ച ഒരു ചെല്ലപ്പൻ മാഷില്ലേ? ഇവിടെ വന്നിട്ടുണ്ട്. മാഷ് ഇവിടെ വന്നിട്ടുണ്ട്. സിബി മത്സരിക്കുന്നു എന്നറിഞ്ഞപ്പോ സിബിക്ക് ഒരു തട്ടുകേട് പറ്റിയാൽ സിബിയെ സഹായിക്കാനായിട്ട് സിബിയെ പഠിപ്പിച്ച ചെല്ലപ്പൻ മാഷ് ഇവിടെ വന്നിട്ടുണ്ട്. അതെന്നാ കോപ്പിലിടപാടാ സാറേ? എന്താണ്? ഞാൻ ഇത്ര നേരം പുള്ളിനെ ഇല്ല കുഴപ്പമില്ല. മാഷ് അവിടെ ഇത്ര നേരമുള്ള വടി ഇപ്പോഴും കൊണ്ടുനടക്കണ്ടോ? നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. 5 ലക്ഷം രൂപ കൊണ്ട് ചോദ്യത്തിലേക്ക് കിടക്കാം. ഇനി